ഇപ്പം എൻ്റെ വാപ്പയൊക്കെ പറയും, ഞാനൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ചെരുപ്പില്ലായിരുന്നു, ഭക്ഷണം പോലും ഇല്ലായിരുന്നു, 8 വയസ്സുള്ളപ്പോൾ ഞാൻ പണിക്ക് പോയി തുടങ്ങിയതാണ് എന്നൊക്കെ എൻ്റെ വാപ്പ പറയും. ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത്, എൻ്റെ പിള്ളേർ പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ MA പഠിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത്, നിങ്ങൾക്ക് ഇപ്പോഴേ ഫോണുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാലങ്ങളോളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വാപ്പ പറഞ്ഞതല്ല ഞാനിപ്പോൾ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇവര് ശരിക്കും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും, നമ്മുടെ ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയും, അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാ അവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഓക്കെ, അതായത് ചിലപ്പോൾ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം, അവർ പറയുന്നത് നിങ്ങൾ യു ആർ വെരി ഫോർച്ചുനേറ്റ് എന്നാണ്. അതെ, റൈറ്റ്. അവർ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നിങ്ങൾ ഭയങ്കര നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള. പക്ഷേ ഈ പറയുന്ന ആളുകളെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദിയർ പാസ്റ്റ്. ബിക്കോസ് അതുകൊണ്ടാണ് പല പാരൻസും പറയുന്നത് എനിക്കോ കിട്ടിയില്ല, റൈറ്റ്? ആ ഒരു ഫ്രേസ് ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്കോ കിട്ടിയില്ല, എൻ്റെ മക്കൾക്കെല്ലാം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവർ ഒരേ സമയം ഇത് പറയുമ്പോൾ പോലും അകത്ത് ഇവർ ആ കാലത്തെ വളരെ നന്ദിയോടുകൂടിയല്ല സ്മരിക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് അവരിലേക്ക് കുട്ടികളിലേക്ക് പോകുന്നത് എ കൈൻഡ് ഓഫ് മിസ്സിങ് സംതിങ്, എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു സപ്രസ്ഡ് ഏജ്, കുറേ ദുരിതങ്ങൾ അനുഭവിച്ച കാലം എന്നാണ് പറയുക. സോ കേൾക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുക, ആ കാലത്തോട് ഉണ്ടാവുക ഒരു ആത്മബന്ധമല്ല, പകരം അത് തന്നിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഡിഫെൻസുകളാണ്. സത്യം, ശരിയാ, റൈറ്റ്. അപ്പോൾ കഴിവതും കുട്ടികൾ പിന്നെ അതാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ഡിഫെൻസ് അച്ഛനോ അമ്മയോ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആയിരിക്കും അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഇമേജ് കിട്ടുക. സോ ഇവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഈ ഒരു സൊസൈറ്റിയാണ് എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയത് മുതലായ ചില പ്രയോഗങ്ങൾ വരുമല്ലോ. ലൈക്ക് ഞാനിങ്ങനെയാണ് കടന്നു വന്നത്, അതിന് കാരണം അവരാണ്, ഇവരാണ്. സോ ഇവരുദ്ദേശിക്കുന്നത്, കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട് വരണമെന്നാണ്. ബട്ട് പാരൻസ് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ലീഡിങ് ദീസ് ചിൽഡ്രൻ ടു ദ സെയിം ഫെയ്റ്റ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടിനോട് ഇതേ മനോഭാവത്തോടു കൂടി പ്രതികരിക്കും. എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് ഈസ് ദ സെയിം. പാരൻസിന് എങ്ങനെയാണോ അവരുടെ ജീവിതം അന്ന് ഭവിച്ചത് അതായത് ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചത്, നമ്മുടെ ചുറ്റുപാടിനോട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണോ അവർ ചെയ്തതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് നമ്മൾ അതിനെ കാണുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സാധ്യതകളും അവസരങ്ങളും മാറുമെന്നാണ് പറഞ്ഞു. അതെ, ശരിയാണ്. നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യാനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വളരെ റിഗ്രറ്റുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതേപോലെ തന്നെ ആയിരിക്കും പോവുക. നേരെ മറിച്ച് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് കൈൻഡ് ഓഫ് കോൺഫിഡൻസ്, വി ക്യാൻ സ്റ്റിൽ, നമുക്കിതിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നോട്ടങ്ങൾ എനിക്ക് ഇന്നതുപോലെ, അത് ഞാൻ കണ്ടതിൽ ചില പിശകുകളുണ്ട്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ന ഒരു കോട്ട് കൂടി അവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയാൽ കുട്ടികൾ അതിനെ കാണുന്നതിലെ രീതി വ്യത്യാസം വരും. ഇപ്പോൾ സാർ